ശ്രീ GS ജയലാൽ. സർ, ഇതൊരു പൊതുവിഷയമാണ് സർ. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലെ കുടിവെള്ള പദ്ധതി വിപുലീകരിക്കാൻ ADBയിൽ നിന്ന് 2511 കോടി രൂപ വാട്ടർ അതോറിറ്റി വായ്പ എടുത്തൊരു പദ്ധതി നടപ്പിലാക്കിയെന്ന് മനസ്സിലാക്കണം സർ. മുമ്പ് നടപ്പിലാക്കിയ 3000 കോടിയുടെ ജിക്ക പദ്ധതിയിലോ നബാർഡ് LIC അമൃത് സഹായ പദ്ധതിയിലോ ഇപ്പം നടന്നുവരുന്ന 4000 കോടി രൂപയുടെ ജലജീവൻ മിഷൻ പദ്ധതിയിലോ ഇല്ലാത്ത വ്യവസ്ഥകൾ ADB പദ്ധതിയിലുണ്ടെന്നാണ് സർ ആശങ്കപ്പെടുന്നത്. സർ, ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാരും ഇത് ആശങ്കയിലാണ് സർ. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന നയമാണിതെന്ന് ജനങ്ങളും വാട്ടർ അതോറിറ്റി ജീവനക്കാരും അഭിപ്രായപ്പെടുകയാണ്. നിലവിൽ കൊച്ചി നഗരത്തിലെ ജലവിതരണം 10 വർഷത്തേക്ക് കരാർ കമ്പനികളെ ഏൽപ്പിക്കുകയാണ് സർ മനസ്സിലാക്കുന്നത്. സർ, ഈ നയം പ്രലോഭകരമാണ് സർ. വാട്ടർ അതോറിറ്റിക്ക് മികച്ച വരുമാനം നൽകുന്ന കൊച്ചി പദ്ധതി സ്വകാര്യ കമ്പനിക്ക് നൽകുന്നത് വാട്ടർ അതോറിറ്റിയുടെ നിലനിൽപ്പിന് തന്നെ തകർച്ചയ്ക്ക് തന്നെ ഇടയാക്കും സർ. ജനങ്ങൾ കുടിവെള്ളത്തിന് അമിത വില നൽകേണ്ടി വരും. ജനങ്ങളുടെയും ജീവനക്കാരുടെ ആശങ്ക ദൂരീകരിക്കേണ്ട അനിവാര്യമാണ് സർ. ഇത് സംബന്ധിച്ച് ജീവനക്കാരും ജനങ്ങളും ഒക്കെ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സർ. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിലെ കുടിവെള്ള പദ്ധതി വിപുലീകരിക്കാൻ ADBയിൽ നിന്ന് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളെയും ജീവനക്കാരെയും ബാധിക്കുന്ന വ്യവസ്ഥകൾ പിൻവലിച്ച് ഈ പദ്ധതി ഗവൺമെന്റ് പിൻവലിക്കണമെന്നാണ് സർ അഭിപ്രായപ്പെടുന്നത്. ശ്രീ മിൻഷോ. ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട MLA തന്നെ ഇവിടെ സൂചിപ്പിച്ചു. 2511 കോടി രൂപ വാട്ടർ അതോറിറ്റി നേരിട്ടെടുക്കുകയല്ല, അത് സർക്കാർ വായ്പയെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തിയാണ് അത് ചെയ്യുന്നത്. പ്ലീസ്, ഇത് 1 മിനിറ്റ് വേണം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഒട്ടേറെ സമരങ്ങൾ ADBയുമായി ബന്ധപ്പെട്ട പ്രശ്നം സഭ വരുമ്പോൾ നമ്മളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ച മാതൃക അല്ല, ഇതൊന്ന് പറയട്ടെ. അത് മാതൃക കാണിക്കും. ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഇത് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പം ജിക്കായുടെ പ്രവർത്തനമോ അതല്ല എങ്കിൽ നബാർഡ് LIC അമൃത് ഈ പദ്ധതികളോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജലജീവൻ മിഷൻ ഉൾപ്പെടെയുള്ള മേഖലയിലോ ഇല്ലാത്ത വ്യവസ്ഥ ADBയിലുണ്ട് എന്ന് ധരിക്കേണ്ടതായിട്ടില്ല. അതിൽ ജിക്കായും ഒരു പക്ഷേ ഈ നബാർഡും LIC അമൃത് ഉൾപ്പെടെയുള്ള പദ്ധതികളെല്ലാം തന്നെയും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്കീംസാണ്. എന്നാൽ ADBയുടെ കണ്ടീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് നേരത്തെ നടത്തിയിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഈ പദ്ധതി തന്നെ കോയമ്പത്തൂരോ ഡൽഹിയിലോ നടന്നിട്ടുണ്ട്. അത് അവരുമായിട്ടുള്ള കണ്ടീഷൻസ് അത് വരുമ്പോൾ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാകേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കുന്ന പദ്ധതിയേ ഇല്ല, അങ്ങനെ പ്രശ്നമേ ആലോചിച്ചിട്ടില്ല. ഈ പദ്ധതിയിൽ യാതൊരുവിധ സ്വകാര്യവൽക്കരണം ഉണ്ടാകുന്നില്ല. ഈ വിഷയത്തിൽ മീറ്റർ റീഡിങ്, റവന്യൂ പിരിക്കൽ, ഉപഭോക്താക്കൾക്ക് ബില്ലുകൾ എന്നിവ അതുപോലെ തന്നെ ജല അതോറിറ്റി നേരിട്ട് നിർവഹിക്കും. അതിനകത്ത് നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. വിതരണം ചെയ്യുന്ന ജലത്തിൻ്റെ താരിഫ് നിശ്ചയിക്കുന്നതും ജല അതോറിറ്റി തന്നെയായിരിക്കും. അപ്പോൾ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയവും ഇക്കാര്യത്തിലില്ല. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ബാധിക്കുന്ന, അവരെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒന്നും ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അനിവാര്യതയുണ്ട്. 325 MLD വാട്ടറാണ് കൊച്ചി ആലുവയിൽ നിന്നും മരടിൽ നിന്നുമായി എടുത്ത് വിതരണം ചെയ്യുന്നത്. അത് കൊച്ചിയിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പഴകിയ ലൈനുകളും പ്രശ്നങ്ങളും കാരണം ആവശ്യമായ ജലം ഈ 325 MLD കൊടുത്താൽ പോലും 50% മാത്രമാണ് ബില്ല് ചെയ്യാൻ കഴിയുന്നത്. ജല ചോർച്ച ഉണ്ടാകുന്നുണ്ട്, മോഷണം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ക്രമീകരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ഇതിൻ്റെ ആദ്യഘട്ടം കൊണ്ടുവരുന്നത്. പ്ലാന്റുകളും അതോടൊപ്പം സംഭരണത്തിനാവശ്യമായ സൗകര്യങ്ങളും നവീകരണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. 10 വർഷമാണ് ഇതിൻ്റെ ഓപ്പറേഷൻ പാർട്ട്. ആ 10 വർഷം ഓപ്പറേഷൻ സമയം അരുവിക്കരയിൽ ഒക്കെ ഉള്ളതുപോലെ തന്നെ പരിപാലന ചുമതല മാത്രമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് യാതൊരു തലത്തിലും ഒരു ബുദ്ധിമുട്ടും രൂപപ്പെടുന്ന കാര്യമില്ല. അതും ഒയാണ്ടം വന്നാൽ പോലും അത് ചെയ്യുന്നതിനാവശ്യമായ മോണിറ്ററിങ്ങും അതിൻ്റെ നിരീക്ഷണവുമെല്ലാം നമ്മുടെ വാട്ടർ അതോറിറ്റി ജോലിക്കാർ തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ ആലുവയിൽ ഒരു 190 MLD പ്ലാന്റ് ഉണ്ടാകേണ്ടതുണ്ട്. എങ്കിലും അവിടെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയൂ. ഇതിൻ്റെ ഭാഗമായി 2511 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ അതും കൂടെ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഒരിതിരി ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഗവൺമെൻറ്റിനൊന്നും മറച്ചു വെക്കാനായിട്ടില്ല. ജീവനക്കാരെയും പൊതുജനങ്ങളെയും പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക തലത്തിലും, എന്നാൽ കൊച്ചിയിൽ ഇക്കാലങ്ങളിലെല്ലാം ഉയർന്നു വന്നിട്ടുള്ള കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയത്തക്ക വിധത്തിലും നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു സ്കീമാണ്. ജീവനക്കാരൻ്റെ അടുത്ത് വന്നു, യൂണിയൻകാർ വന്നു, ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല. ആശങ്കകളുടെ പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇത് സ്വകാര്യവൽക്കരിക്കാനായിട്ടുള്ള തീരുമാനത്തെക്കുറിച്ച് ആലോചനയില്ല. 8 കമ്പനികൾ വെച്ചുന്ന വ്യത്യസ്തമായി ADBക്ക് പുതിയ പദ്ധതികൾ എന്ന നിലയിൽ വേറെ വ്യവസ്ഥകളൊന്നും കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നില്ല. ആ നിലയിൽ നമുക്ക് ആലോചിച്ച് തീരുമാനമെടുത്ത് കൊച്ചിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യകതയുണ്ട്. അവിടെ ജലലഭ്യതയുടെ കുറവുണ്ട്,
അത് എത്തിച്ചു കൊടുക്കുന്നതിന് 190 MLDയും കൂടി ഇതിൻ്റെ ഭാഗമായി ഭാവിയിൽ കൊണ്ടുവന്ന് എത്തിച്ച് നടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യാൻ യാതൊരു മടിയും ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനില്ല.